പച്ചക്കറി മലക്കറിയേ നല്ല പരിചയമുള്ളതുകൊണ്ട് കേസോട് തന്നെ പച്ചക്കറി പച്ചക്കറി മലക്കറി പിടിയണോ നേരെ എടുത്ത് പിടി. ചെവിക്കകത്തെന്തൊരു ആപ്പടിച്ച് വെച്ചേക്കണ. പച്ചക്കറി മലക്കറി എന്ന് വിളിച്ചോണ്ട് തന്നെയല്ലേ വന്നേ. ഒന്നും അല്ലെങ്കിൽ ഒരു മനുഷ്യൻ ഇത്രയും ചുമന്നോണ്ട് പറഞ്ഞ ഒരു കൈ സഹായം എന്തിന് ഇത്രയും തണ്ടം തടി നിനക്കില്ലേ? നിനക്ക് എന്നെ സ്വന്തമായിട്ട് അങ്ങ് ചെയ്തുകൂടി? മൈ വേണ്ട, കൂടുതലങ്ങ് പൊക്കല്ലേ. അല്ല, എന്തിനാണ് ഇത്രയും പച്ചക്കറി ഇവിടെ? എടാ, ഇവിടെ ഫ്രിഡ്ജിനകത്ത് എന്തുമാത്രം പച്ചക്കറി ഇരിക്കണം എന്നറിയാമോ? അതൊക്കെ തന്നെ അഴുകിപ്പോവും. അവിടെ ഇരിക്കട്ടെ. മോനെ നീ വന്നോ? ഓ അമ്മൂമ്മോ, ഇതെന്തുവാ? ഇത് പച്ചക്കറി. അമ്മൂമ്മ നമ്മുടെ മറ്റേ താഴത്തെ പറമ്പ് ഇന്നില്ലേ, ആ പച്ചക്കറി എല്ലാം കൂടെ ഞാൻ ഇങ്ങ് പറിച്ചുകൊണ്ട് വന്നു. സംഭവം നമ്മുടെ അപ്പൂപ്പൻ വീട്ടിന്റെ ആവശ്യത്തിന് വേണ്ടി വെച്ചാണ്. അപ്പൊ വീട്ടിലോട്ടൊന്നും അധികം പച്ചക്കറി എടുക്കണില്ലല്ലേ. അപ്പൊ അവിടെ നിന്ന് ചീഞ്ഞു പോകണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ എല്ലാം കൂടെ പറയും കെട്ടിക്കൊണ്ട് വന്ന്. എടാ, എല്ലാം കൂടി ഇങ്ങോട്ട് കൊണ്ടുവന്ന് എന്തിനാ? അവിടെ ആണെങ്കിൽ ആർക്കെങ്കിലും കൊടുക്കത്തില്ലായിരുന്നു? ആ, അതാണ് സംഭവം. ആരെങ്കിലും ഒന്ന് ചോദിച്ചിട്ട് എടുത്തോണ്ട് പോവാണെങ്കിൽ ഓക്കെ. ഇപ്പൊ ചോദിക്കാതെ പറമ്പിൽ കയറി എടുത്തോണ്ട് പോകുന്നുണ്ട്. പണ്ടൊക്കെ ചോദിച്ചിട്ട് എടുത്തോണ്ട് പോകുള്ളായിരുന്നു. അങ്ങനെ ഇപ്പൊ നമ്മുടെ പറമ്പിൽ കയറി ചോദിക്കാതെ ആരും എടുത്തോണ്ട് പോകണ്ട. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് ഞാനും കൊണ്ടുപോകും. എന്നാലും നിന്നെ സമ്മതിച്ചു കേശു. അല്ലടാ, ഇതൊക്കെ ആർക്ക് വിതരണം ചെയ്യാനാണ്? വിതരണം ചെയ്യാനാ ചേച്ചിയെ? എന്നാ ഇതിന്റെ വാല്യൂ അങ്ങ് പോവും. ദേ, ഇത് കഷ്ടപ്പെട്ട് മണ്ണിൽ അധ്വാനിച്ചുണ്ടായ സാധനമാണ്, അല്ല ജൈവ വളം ഇട്ട സാധനം. അതുകൊണ്ട് അധ്വാനിച്ചുണ്ടാക്കിയ സാധനം അങ്ങനെ ഇങ്ങനൊന്നും ആർക്കും എടുത്ത് കൊടുക്കാനൊന്നും പറ്റില്ല. നമ്മള് കച്ചവടം ചെയ്യും. കച്ചവടോ? വിൽക്കും. മാർക്കറ്റിൽ കൊണ്ടുപോയാ? മാർക്കറ്റിലോ അല്ലെങ്കിൽ റോട്ടിലോട്ട് വിൽക്കും. റോട്ടിലിട്ട് വിൽക്കാനാ? എന്ത് ചേച്ചി, റോട്ടിലിട്ട് വിൽക്കാന്ന് പറഞ്ഞപ്പോ ഒരു പുണ്യം. എന്റെ മണ്ണി ഉണ്ടായ സാധനമാണെങ്കില, നമ്മുടെ മണ്ണി ഉണ്ടായ സാധനമാണെങ്കിൽ നമ്മള് വിൽക്കും. നമ്മള് ലോഡ് കണക്കിന് സാധനം ഇറക്കിയ പോലെയാണ് ഇവ സംസാരിക്കണം. എന്ത് ലോഡ് കണക്കിനില്ലെങ്കിൽ ഇത്ര സാധനം ഉണ്ടല്ലോ. അതെ, ആർക്ക് വേണേലും എന്ത് വേണേലും പറയാം. എന്റെ കൂടെ കൂടാൻ ആഗ്രഹമുള്ളവർക്ക് കൂടാ ഞാനിത് വിൽക്കും. നീ എന്ത് വള്ളി പിടിച്ചാലും ഞാനും കൂടെ ഉണ്ടാവുമല്ലോ. ഇത് അടുക്കള കൊണ്ടുപോകണം. ഇറങ്ങല്ലടാ, വിട്ടോ വിട്ടോ. ആരോഗ്യം ചേട്ടാ, എന്റെ പൊന്നു കേശു, ഭയങ്കര വെയിറ്റ്. ഇവിടെ എവിടെയെങ്കിലും വച്ചാ പോരെ. ഇത് എങ്ങോട്ട് നമ്മള് പോണേ? എന്നാ പിന്നെ കാര്യം ചെയ്യ, വീടിന്റെ നടയിലിട്ടങ്ങ് വിറ്റാ പോരായിരുന്നു. എവിടെ വരെ എന്തിനു വന്നേ? എടാ, ഇവിടെ ഇടാടാ. എവിടെ? ഇവിടെ. അതുണ്ടോ? അവിടെ ഇടാ. വല്ലതും വിളിക്കാൻ പറയാം. പോയിച്ച ഇവിടുന്ന് ആളും പേരും ഉണ്ടാ. ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഉള്ള ഏരിയ ഇന്ന് വിൽക്കണം. ഇത് വിറ്റ് പോവാനല്ലേ കൊണ്ടുവന്നേക്കണേ. എങ്ങോട്ട് പോണ പിന്നെ? ഇങ്ങോട്ട് പോണോ അങ്ങോട്ട് പോണോ? അവിടെ ഇട്ട് വയ്ക്കാം. അവിടെ വയ്ക്കാം. ചേച്ചി, ആ വള്ളിപ്പാറ് കുറച്ചുകൂടെ വിടർത്തിയിട്. കൂട്ടി വെക്കല്ലേ. കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഉള്ളത് കുറച്ചേ അറിയത്തുള്ളൂ. ബാക്കിയുള്ള ചാക്കി ഇരിപ്പുണ്ട്, എല്ലാം കൂടെ എടുത്ത് വെച്ച് തട്ടി കൊടുക്കണ്ടല്ലേ. തീർന്നിട്ട് അടുത്തെടുത്താ മതി. ഇട്ടാ പോരെ. ഇവിടെ ആരെയും കാണാനില്ലല്ലോടാ. കണ്ണിലെന്തോടോ മത്തയാ? ഇത്രയും വണ്ടിയും ബഹളവും കണ്ടില്ലേ? ആളില്ലേ? എടാ, അതല്ല, ഇത് വാങ്ങാൻ വരെ ആരെയും കാണുന്നില്ലല്ലോന്ന്. പിന്നെ പച്ചക്കറി വാങ്ങാൻ പറഞ്ഞ ആൾക്കാർ കഴുത്തിൽ മറ്റേ ത്യാഗം തൂക്കിക്കൊണ്ട് നടക്കും. ഞാൻ പച്ചക്കറി മേടിക്കാൻ വരുന്ന ആൾ എന്ന് പറഞ്ഞിട്ട് വരും ആൾക്കാര്. വേണ്ടവരൊന്ന് മേടിക്കും കേട്ടോ. പച്ചക്കറി വേണോ? പച്ചക്കറി പച്ചക്കറി. നീ വിളി അങ്ങോട്ട്. പച്ചക്കറി വേണോ? പച്ചക്കറി പച്ചക്കറി വേണോ? ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.